വിദ്യാർത്ഥികൾ തമ്മിൽ സംഘം ചേർന്ന് സംഘർഷമുണ്ടായി. വെറും നിസാര പ്രശ്നത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊരു സംഘർഷം ഉടലെടുത്തത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും മറ്റ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു ഇവർ. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരെയാണ് മർദ്ദിച്ചത്. സ്കൂളിന് സമീപത്തും വയലിലുമായാണ് സംഘർഷമുണ്ടായത്. അന്ന് 2 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തുകയായിരുന്നു. നിലവിലെ കേസിൽ പ്രതികളായ 3 കുട്ടികളെ രക്ഷിതാക്കൾ കുട്ടികളുടെ ആക്രമണത്തിന് പിന്തുണ നൽകിയിരുന്നതായാണ് വിവരം. ഇതിനിടയിൽ കുട്ടികൾ തയ്യാറാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശം പുറത്തു വന്നിരുന്നു. കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ലെന്ന ഉറപ്പിലാണ് വിദ്യാർത്ഥികൾ ആക്രമണം നടത്തിയത് എന്നതിൻ്റെ യഥാർത്ഥ തെളിവാണ് ആ ചാറ്റുകൾ. വിദ്യാർത്ഥികളെ ശകാരിക്കുന്നതിന് പോലും അധ്യാപകർക്ക് ഭയമായിരുന്നുവെന്ന് താമരശ്ശേരി സ്കൂൾ PTA അംഗം പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിദ്യാർത്ഥികൾ എന്തു ചെയ്താലും അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചില രക്ഷിതാക്കൾക്ക്. അതിനാൽ എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് കുറച്ചു കുട്ടികൾ മാറി. എൻ്റെ മകൻ്റെ അടുത്ത സുഹൃത്താണ് ഷഹബാസ്. ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാലും ഞാനും സഹപാഠികളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല. പല കുട്ടികളും പെരുമാറുന്നത് കുട്ടികളെപ്പോലെയല്ലെന്നും ചിലരെല്ലാം ക്രിമിനൽ മനസ്സുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവർക്കെതിരെ അന്നും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിരുന്നില്ല. വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം കൃത്യമായ ക്രിമിനൽ മനസ്സോടെയാണ് ഇവർ പ്രവർത്തിച്ചതെന്നും പുറത്തുവന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. കൊല്ലണമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഷഹബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയത്. അതിന് മുൻപ് തന്നെ ഷഹബാസിനെ കൊല്ലുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ തുടങ്ങിയിരുന്നു. ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചാൽ കേസ് നിൽക്കില്ലെന്നും മരിച്ചാൽ പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ലെന്നും ഉൾപ്പെടെയുള്ള നിയമവശങ്ങളും ചർച്ച ചെയ്തു. SLC പരീക്ഷയായതിനാൽ അതിൻ്റെ ആനുകൂല്യവും ലഭിക്കും. പ്രായപൂർത്തിയാകാത്തതിനാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ലെന്നും ഇവർ മനസ്സിലാക്കി. ഇതെല്ലാം വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ക്രിമിനൽ മെന്റാലിറ്റിയോടെയാണ് ഈ വിദ്യാർത്ഥികൾ ചെയ്തത് എന്നുള്ളതിനുള്ള തെളിവുകളാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.